സ്റ്റാൻലിയുടെ വീട്ടിൽ സ്റ്റാൻലിയുടെ ഭാര്യ എൽസമ്മയും മക്കളും അവരുടെ ബന്ധുക്കളും എല്ലാം വന്നിരിക്കുകയാണ്. സ്റ്റാൻലിയെ ചോദ്യം ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടാകുന്നുണ്ട്. ഇത്രയും വരെയാണ് ഇന്ന് രാവിലെ നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത്. ഇനി ബാക്കി ഭാഗം എന്താണെന്ന് വെച്ചാൽ എൽസമ്മയുടെ വീട്ടുകാർ സ്വത്തുക്കളെല്ലാം 5ആയി പങ്കുവെച്ച് 4 ഓഹരി എൽസമ്മയുടെയും മക്കളുടെയും പേരിൽ എഴുതി വെക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും അതെനിക്ക് പറ്റില്ല, കാരണം എനിക്ക് 4 മക്കളുണ്ട്. പിന്നെ എൻ്റെ സ്വത്തുക്കൾ ആർക്ക് വേണ്ടി എഴുതി വെക്കണം, ആർക്ക് കൊടുക്കണം, എന്തിനു വേണ്ടി ചിലവാക്കണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ എൽസമ്മയുടെ ആങ്ങളമാരല്ല എന്ന് പറഞ്ഞ് സ്റ്റാൻലി വളരെ ചൂടാവുകയും അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ സമ്മതിക്കാതെ വീണ്ടും സ്റ്റാൻലിയുടെ അടുത്ത് പ്രശ്നമുണ്ടാക്കാൻ വരുമ്പോൾ സ്റ്റാൻലിയുടെ പട്ടികളെല്ലാം ഇവരെ ഭയപ്പെടുത്തി ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കും. ഇത്രയും ആണ് എൽസമ്മയുടെ വീട്ടുകാർ വരുമ്പോൾ ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ മനു അലീനയെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ വരുമ്പോൾ മനു പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല അലീനയോട്, ഞാൻ വരുന്നുണ്ട് എന്നൊന്നും അലീനയോട് പറയുന്നില്ല. ഒരു സർപ്രൈസ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് മനു വരുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് മനു വരുന്നത്. അങ്ങനെ ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചു. അപ്പോൾ ഓട്ടോ ഡ്രൈവർ വീടിൻ്റെ ഗേറ്റ് വരെ കൊണ്ടാക്കി. എന്നിട്ട് പറയും, സാറേ ഇത് ഭയങ്കര നായ്ക്കളുള്ള വീടാണ്, കടുവയും സിംഹത്തിനൊക്കെ പോലെ കുറേ എണ്ണം ഉണ്ട്, അതിന് ഓർക്കാപ്പുറത്ത് വല്ലതും കെട്ടഴിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ നമ്മളെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് ഡ്രൈവർ പേടിപ്പെടുത്തുകയാണ് മനുവിനെ. അപ്പോൾ മനു ചോദിക്കും, ആ നായ്ക്കളങ്ങനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുള്ള ഒരു കഥയുണ്ടോ എന്ന്. അപ്പോൾ ഡ്രൈവർ പറയും, അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല, പക്ഷെ നമ്മളെ സമയദോഷത്തിന് വല്ലതും സംഭവിച്ചു പോയാൽ പറയാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞ് മനുവിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഓട്ടോക്കാരൻ പോവാണ്. അങ്ങനെ മനുശങ്കറിന് ഒരു ചെറിയ ഭയമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ആ വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ ചുറ്റുമുള്ള നായ്ക്കൂടുകളിൽ നിന്നൊക്കെ ഒരു നായകയുടെ ഗർജനം പോലെയൊക്കെ കേൾക്കും. അപ്പോൾ ഒരു ചെറിയ ഭയത്തോട് കൂടിയിട്ടാണ് അവൻ മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ ആ വീടിൻ്റെ അകത്തോട്ട് ഗേറ്റ് കടന്ന് കയറുമ്പോൾ അലീന അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് മനുവിനെ കാണുന്നത്. അപ്പോൾ ദൈവമേ, മനുവേട്ടൻ ഭയങ്കര അതിശയമായല്ലോ എന്ന് പറഞ്ഞ് മനുവേട്ടൻ്റെ അടുത്തേക്ക് ഓടി വരണം. എന്നിട്ട് ചോദിക്കുക, എന്താ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ, ഒന്ന് പറയുക പോലും ചെയ്യാതെ എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ ഓർക്കാപ്പുറത്ത് അവനെ കണ്ടതിൽ അലീനയ്ക്ക് സന്തോഷവും അതുപോലെ സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു. അവളുടെ ശബ്ദത്തിൽ അത് വളരെയധികം പ്രകടവുമായിരുന്നു. അപ്പോൾ മനു പറഞ്ഞു, നീ അതിശയിക്കാൻ വേണ്ടിയിട്ട് തന്നെ, നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്ന് ഒരു കള്ളച്ചിരിയോട് കൂടിയിട്ട് മനു പറയുകയാണ്. എന്നാ വാ മനുവേട്ടാ, ഇങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞ് മനുവിനെ വിളിച്ച് അവൾ ലിവിംഗ് റൂമിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ലിവിംഗ് റൂമിലോട്ട് കൊണ്ടുവരുമ്പം അവിടെ നമ്മുടെ ഔദക്കുട്ടി ചായന നിൽക്കുന്നുണ്ട്. അപ്പം അലീന പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് മനുശങ്കർ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കണം. ഔദക്കുട്ടി ചായനെ പരിചയപ്പെടുത്തി കൊടുക്കും, ഇതെൻ്റെ വല്യപ്പച്ചനാണ് എന്ന്. എന്നിട്ട് മനുവിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അലീന അടുക്കളയിലോട്ട് പോകും. അങ്ങനെ ഔദക്കുട്ടിച്ചായനും മനുവും കൂടി ഒന്ന് സംസാരിക്കുകയാണ്. അപ്പം ഔദക്കുട്ടിച്ചായന ഈ മനുവിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സംശയവും പന്തികേടും തോന്നിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി മനോൻ്റെ വീട് എവിടെയാണ്, ജോലി എന്താണ്, എവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചോദിച്ചറിയും. അപ്പോഴേക്കും അലീന ചായ ഇട്ട് വരും. എന്നിട്ട് അവർ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കും. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ അലീനയുടെ പപ്പേനെ കുറിച്ചിട്ട് മനു ചോദിക്കുക. അപ്പോൾ അലീന പറയും, അവിടുത്തെ അച്ഛനെ പോലെ ഒന്നുമല്ല, അച്ഛൻ ഭയങ്കര ശാന്ത സ്വഭാവവും പിന്നെ മനുഷ്യന്മാരുടെ വിഷമങ്ങളൊക്കെ അറിയാൻ കഴിവുള്ള ഒരാളാണ്. പക്ഷേ ഇവിടുത്തെ പപ്പ അങ്ങനെയല്ല, സ്നേഹമുള്ളൊരു സിംഹം എന്നൊക്കെ പറയാറില്ലേ, അതുപോലത്തെ ഒരു രീതി. ചോദിച്ചാലും സ്നേഹിച്ച് കാണിക്കൊന്നുമില്ല, നമ്മൾ ചെന്നിങ്ങനെ പിടിച്ചു വാങ്ങേണ്ട ഒരവസ്ഥയാണ് എന്ന് പറയും. അപ്പം മനു ചോദിക്കണം, നല്ല ദേഷ്യമുണ്ടോ? നല്ല ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ എന്നോടങ്ങനെ ദേഷ്യം കാണിക്കാറൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പം മനു പറയും, അല്ലെങ്കിൽ നീ ഭയങ്കര മിടുക്കിയല്ലേ അങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നെ അലീനോട് ചോദിക്കും, അല്ല എന്താ നിൻ്റെ വല്യപ്പച്ചൻ്റെ അവസ്ഥ, വല്യപ്പച്ചൻ എങ്ങനെയുള്ള ആളാണെന്ന്. അത് എന്നെ ഓടിക്കാൻ വേണ്ടിയിട്ട് പുനലൂരിൽ നിന്ന് പാഞ്ഞു വന്നതാണ്, പക്ഷേ എന്നെ അവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ വല്യമ്മച്ചിയുടെ പോലെയുണ്ട്, അതായത് വല്യമ്മച്ചി ചെറുപ്പക്കാരിയായിട്ട് നേരെ കൺമുമ്പിൽ നിൽക്കുന്ന പോലെയാണ് എന്നെ കാണുമ്പോൾ എന്നാണ് പറയുന്നത്. ഞാൻ മരിച്ചുപോയ വല്യമ്മച്ചിയുടെ സ്വരൂപമാണ് എന്നൊക്കെയാണ് വല്യപ്പച്ചൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നോട് നല്ല കൂട്ടാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്, എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ഇരിക്കും, സംസാരിക്കും ഒക്കെ. അപ്പോൾ വല്യമ്മച്ചി സംസാരിക്കുന്ന പോലെയാണ് എൻ്റെ സംസാരം, അതേ മുഖച്ഛായയാണ്, അതേ സ്വഭാവമാണ് ഒക്കെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല കൂട്ടാണെന്ന് പറയണം.
അപ്പം മനുവിനാണെങ്കിൽ ഇവളിങ്ങനെ പറയുന്നത് കേട്ട് ഭയങ്കര ഒരു വിസ്മയത്തോട് കൂടിയിട്ടാണ് മനു അവളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇവിടെ വന്നത് മുതലുള്ള എല്ലാ കഥയും അവൾ മനുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നതാണ്. അപ്പം എന്നിട്ട് അതിന് ശേഷം അലീനയും മനുവും കൂടിയിട്ട് സ്റ്റാൻലിയുടെ റൂമിലോട്ട് പോകണം. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ റൂമിൻ്റെ സൈഡിൽ നിന്ന് ആർക്കോ ഫോൺ ചെയ്യുമായിരുന്നു. അപ്പോൾ സ്റ്റാൻലിയുടെ ചുറ്റും കുറേ നായ്ക്കളും നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ മനുശങ്കറിനൊരു ഉൾക്കിടിലം തോന്നുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഈ നായ്ക്കൾ ഈ മനുവിനങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അലീന അവർക്ക് നേരെ ഒരു ആംഗ്യം കാണിച്ചു. അതായത് നീ നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. കാരണം അവർ അറിയാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഭീകരന്മാരാണല്ലോ, കാഴ്ചയിൽ തന്നെ ഭീകരന്മാരായിട്ടുള്ള നായ്ക്കളാണ്. അപ്പോൾ അലീന അങ്ങനെ ആക്ഷൻ കാണിച്ചു, ഒന്നും ചെയ്യരുത്. അപ്പം നായ്ക്കളൊന്നും ചെയ്തില്ല, അവരവിടെ തന്നെ പോയി. അങ്ങനെ സ്റ്റാൻലി ഇവരെ കണ്ടപ്പോൾ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അലീനേനെയും മനുവിനെയും ഒരു ചോദ്യം ചെയ്യുന്ന ഭാവത്തിൽ ഇങ്ങനെ ഒരു നോട്ടം നോക്കി. അപ്പോൾ അലീന മനുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ സ്റ്റാൻലി മനു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തു. അവരവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ പാലയിൽ നിന്ന് ആരും വരുന്നത് പൊതുവേ സ്റ്റാൻലിക്ക് ഇഷ്ടമല്ല. അതായത് അവളുടെ മേലിൽ ഇനി ആരെങ്കിലും അവകാശം കാണിക്കോ എന്നുള്ള ഭയമാണ് അയാളെ അങ്ങനെ ആക്കുന്നത്. അപ്പം അത് മുൻകൂട്ടി കണ്ട് തന്നെ സ്റ്റാൻലി ഇങ്ങനൊരു വാക്ക് പറഞ്ഞു. അതായത് പാലാക്കാർ ഇവിടെ അലീനയെ എത്തിച്ചു തന്നതോടുകൂടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ മനുവിന് കുറച്ചൊരു വിഷമം തോന്നി കേട്ടോ. എന്നാലും അലീന നീ ഇവന് ഫുഡ് കൊടുത്തിട്ടേ വിടാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശവും നൽകി. എന്നിട്ട് അവരവിടെ നിന്ന് ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ മനുവിൻ്റെ മുഖത്തൊരു വിഷമമുണ്ട്. അപ്പോൾ അവൾ ചോദിച്ചു, എന്ത് പറ്റി മനുവേട്ടാ, എന്താ പറ്റിയതെന്ന്. അപ്പോൾ അലീനോട് മനു ചോദിക്കുകയാണ്, നിൻ്റെ പപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പാലായിലുള്ളവരെ ആൾക്കാരായിട്ട് പഴയ അടുപ്പവും ബന്ധവും ഒന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല എന്നല്ലേ? അപ്പോൾ അലീന ഇങ്ങനെ പറയും, ആരും ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറയുന്നത് പപ്പയുടെ ആഗ്രഹമാണ്. പക്ഷെ ഒരാളിൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതിയല്ലോ. ഞാൻ പപ്പയെ പറ്റി മനുവേട്ടനോട് പറഞ്ഞായിരുന്നില്ലേ, പപ്പയ്ക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. മനുവേട്ടൻ ഇവിടെ വരുന്നത് എനിക്കിഷ്ടമാണ്, ഞാനുള്ളപ്പോൾ മനുവേട്ടൻ എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞ് അലീന മനുവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നതിന് ശേഷം വീടും പറമ്പും ചുറ്റുപാടും ഒക്കെ അലീന നടന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളുമൊക്കെ ഇവിടെ വന്ന കഥയും അതൊക്കെ അലീന മനുവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ മനു ചോദിച്ചു, നിനക്ക് പേടി തോന്നിയില്ലേ അവരൊക്കെ വന്നപ്പോൾ എന്ന്? അല്ല മനുവേട്ടാ, എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം പപ്പയുടെ ഭാര്യയും മക്കളൊന്നും ആയിട്ടൊരു അടുപ്പമില്ല. അവരെല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് തിരിച്ചു കൊണ്ടുവരണം, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതൊക്കെ നിന്നെക്കൊണ്ട് സാധിക്കുമോ? അതൊക്കെ നോക്കാം മനുവേട്ട എന്ന് പറഞ്ഞ് അവർ കുറേ നേരം നടക്കുകയാണ്. അങ്ങനെ നടന്ന് അവസാനം മനു പറയുകയാണ്, അലീന, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നിനക്ക് വിഷമം തോന്നുമെന്ന്. ഇല്ല മനുവേട്ട, പറഞ്ഞോ. നിനക്ക് കുറേ മാറ്റം വന്നു. കടപ്പാട്ടൂരിൽ നിന്ന് വരുമ്പോഴുള്ള അലീനയല്ല നീ ഇത്രയൊന്നും ഒരിക്കലും സംസാരിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. രൂപത്തിലും ഭാവത്തിലും സ്വരത്തിലും ഒക്കെ നല്ല മാറ്റം. വാക്കുകൾക്കൊക്കെ ഒരു ആധികാരികത ഉണ്ട്. പിന്നെ നിൻ്റെ നടത്തവും ഒക്കെ നല്ല സ്പീഡായി. പഴയതുപോലെ നീ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നില്ല. പണ്ടൊക്കെ നീ എന്തെങ്കിലും കാര്യം ഉണ്ടെച്ചെങ്കിൽ ഭയന്ന് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ലാന്ന്. അപ്പോൾ അലീന ചിരിച്ചുകൊണ്ട് പറയും, ഞാനിപ്പോൾ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മോളല്ലേ മനുവേട്ട. ആ ഒരു ആത്മവിശ്വാസം അത്ര ചെറുതൊന്നുമല്ല. പപ്പ കുറച്ച് സ്വാർത്ഥനാണ്, കുറച്ച് പരുക്കനൊക്കെയാണ്. എന്നാലും എനിക്കറിയാം എന്നെ വലിയ ഇഷ്ടമാണെന്ന്. പണ്ടൊക്കെ മുൻപൊക്കെ പപ്പ ആരെങ്കിലും ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ പറയാറുണ്ടായിരുന്നില്ല, ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആര് ചോദിച്ചാലും പറയും ഇതെൻ്റെ സ്വന്തം മോളാണെന്ന്. അത് പപ്പ പറയുമ്പോൾ ഞാൻ ഒന്നും കൂടി പപ്പയുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കും. 24 വർഷം അനാഥയായിട്ടല്ലേ മനുവേട്ട ജീവിച്ചത്, എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അംഗീകാരമല്ലേ എന്ന്. നിനക്കുണ്ടായ മാറ്റങ്ങൾ നെഗറ്റീവാണെന്ന് ഞാൻ പറയുന്നില്ല, ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മനുവിനെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് മനുവിനെ അവൾ യാത്രയാക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഡ്രൈവർ ബൈജു ഉണ്ട്. ബൈജുവിനെ വിളിച്ചിട്ട് ഇവർ എസ്റ്റേറ്റിലൊക്കെ പോകും. അപ്പോൾ ഔതക്കുട്ടിച്ചായനും അവരുടെ കൂടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബൈജുവിനോട് പറയുകയാണ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശരി എന്ന് പറഞ്ഞ് മനു ബൈജുവിൻ്റെ കൂടെ കാറിൽ കയറിയിട്ട് പോവാണ്. അങ്ങനെ അവർ പോകുമ്പോൾ
മനു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് അവൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വളരെ വിഷമം തോന്നി. അങ്ങനെ വിഷമം തോന്നിയിട്ട് അങ്ങനെ അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സ്റ്റാൻലി നിൽക്കുന്നുണ്ട്. സ്റ്റാൻലി ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ കാറ്, അതായത് മനുവിനെയും കൊണ്ടുള്ള കാറ് പോയിട്ടും അലീന തിരിച്ചു വന്നില്ല. എവിടെ നിന്നാണോ അവൾ യാത്ര അയച്ചത് അവിടെ തന്നെ അവൾ നിൽക്കുകയാണ്. പിന്നെ കാറ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ആ വണ്ടി തിരിച്ചു വന്നതിന് ശേഷം ബൈജുവിനോട് ചോദിക്കുകയാണ്, വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് വണ്ടി എങ്ങനെയാണ് പോയതെന്നൊക്കെ. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവൾ വീട്ടിൻ്റെ അകത്തോട്ട് കയറുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് സ്റ്റാൻലി നിൽക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ഔദക്കുട്ടിച്ചായനോട് ചോദിക്കും, ഈ മനുശങ്കർ അലീനയെ കാണാൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചോ എന്ന്. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഉണ്ടാവില്ല, അവളെ വെറുതെ കാണാൻ വന്നതായിരിക്കും, അവളെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം അവൻ അറിയാമെന്നാണ് എനിക്കറിഞ്ഞത്, അപ്പോൾ അങ്ങനെ കാണാൻ വന്നതായിരിക്കുമെന്ന്. അപ്പോൾ ശരിക്കും അവൻ ആരാണെന്നാണ് സ്റ്റാൻലി ചോദിക്കുന്നത്. അത് അവളുടെ അമ്മയുടെ ആങ്ങളുടെ മോൻ, അതായത് ശിവശങ്കര മേനോൻ്റെ മകന് എന്തായിട്ടാണെന്നാണ് അറിഞ്ഞത് എന്ന്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, അവളവിടെ വീട്ടുജോലിക്കല്ല നിന്നിരുന്നത്, ഈ വീട്ടുജോലിക്ക് നിന്ന ഒരു പെണ്ണിനെ അന്വേഷിച്ച് വരേണ്ട കാര്യം അവനില്ല, അവൻ്റെ വീട്ടിലല്ല അലീന ജോലിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത്, അപ്പച്ചൻ എന്താ തോന്നുന്നത് എന്ന്. ആ ചോദ്യം കുറച്ചൊരു അർത്ഥമുള്ള ചോദ്യം തന്നെയായിരുന്നു. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, അവർ തമ്മിൽ നല്ല പരിചയമുണ്ട്, അവൻ വന്നത് അവൾക്ക് വലിയ സന്തോഷമായി, വീട്ടിൽ നിന്നൊരു വേലക്കാരിയോട് പെരുമാറുന്ന പോലെയൊന്നല്ല അവൻ അവളുടെ അടുത്ത് സംസാരിച്ചത്, ഒരു കൂട്ടുകാരനെ പോലെ, പിന്നെ നല്ല അന്തസ്സുള്ള പെരുമാറ്റമായിട്ടാണ് എനിക്കും തോന്നിയത് അങ്ങനെ. അപ്പോൾ സ്റ്റാൻലി പറയും, ഇനി ബാലചന്ദ്ര മേനോനെങ്ങാനും അവളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞയച്ചതായിരിക്കുമോ എന്ന്. അതാവാൻ വഴിയില്ല എന്ന് ഔദക്കുട്ടിച്ചായനും പറയുകയാണ്. പിന്നെ അപ്പോൾ ഔദക്കുട്ടിച്ചായൻ്റെ മനസ്സിലൊരു കരട് വീഴും, എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്നറിയാൻ വേണ്ടി. അങ്ങനെ അലീനയെ മെല്ലെ രഹസ്യമായിട്ട് ഔദക്കുട്ടിച്ചായൻ വിളിച്ചിട്ട് ചോദിച്ചു, ആ ചെറുക്കൻ നിന്നെ കാണാൻ വന്നതാണോ മോളെ, നിൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണോ എന്ന്, അതോ മേനോൻ പറഞ്ഞിട്ട് വന്നതാണോ, ബാലചന്ദ്ര മേനോൻ പറഞ്ഞിട്ട് വന്നതാണോ എന്ന്. അപ്പോൾ അലീന പറയും, അച്ഛൻ പറഞ്ഞിട്ട് വന്നതെന്നല്ല, മനുവേട്ടൻ എന്നെ കാണാൻ വേണ്ടി മാത്രം പറഞ്ഞതാണെന്ന്. അപ്പോൾ അലീനയോട് ചോദിക്കും, അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം, ബാംഗ്ലൂരിലെ താമസം, പിന്നെ എങ്ങനെ ഇത്രയും അടുപ്പമെന്ന്. അപ്പോൾ അലീന പറയാണ്, കൊല്ലപ്പള്ളിയിലാണ് മനുവേട്ടൻ്റെ വീട്, എന്നാലും ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കടപ്പാട്ടൂർ വീട്ടിൽ വരും, പിന്നെ അച്ഛനുമായിട്ട് വലിയ കൂട്ടാണ്, എന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ എന്നെ സംരക്ഷിച്ചത് മനുവേട്ടനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ ചോദിക്കും, അവനറിയോ നീ ആരാണെന്ന്. അറിയാം, എങ്ങനെയോ എന്നെക്കുറിച്ച് താല്പര്യമുള്ള കാരണം എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചു അറിഞ്ഞതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ ചോദിക്കും, താല്പര്യമോ, നീ എന്താ ഉദ്ദേശിച്ചത്, എങ്ങനെയുള്ള താല്പര്യമെന്നാണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് ഔദക്കുട്ടിച്ചായൻ അലീനോട് ചോദിക്കണം. അപ്പോൾ അലീന കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം പറയും, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ ചോദിക്കും, എങ്ങനെയുള്ള ഇഷ്ടം, കല്യാണം കഴിക്കാനാണോ? അതെ വല്യപ്പച്ച, കല്യാണം കഴിക്കണം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്കും അവനെ ഇഷ്ടമാണോ മോളെ? ഔദക്കുട്ടിച്ചായൻ ചോദിക്കണം. എനിക്കിഷ്ടമാണ്. നീ വാക്ക് കൊടുത്തിട്ടുണ്ടോ അവന്? വാക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല വല്യപ്പച്ച, എനിക്കറിയില്ല, ഞാൻ കുറേ തടഞ്ഞു നോക്കി ആദ്യമൊക്കെ, പിന്നീട് എനിക്ക് മനസ്സിലായി ഞാനാണ് കള്ളി, ആദ്യം എൻ്റെ മനസ്സിന് മായ്ച്ചിട്ട് വേണ്ടേ ഞാൻ മറ്റൊരാളെ തിരുത്താൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ പറയും, മോളെ നീ പറഞ്ഞില്ലേ അത് നിൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകനാണെന്ന്, നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അമ്മയുടെ ആങ്ങളുടെ മകൻ എന്ന് പറയുമ്പോൾ ആങ്ങളെപ്പോലെയാണ്, നീ അങ്ങനെ തന്നെ കരുതണം എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയും, ഞാൻ അങ്ങനെ തന്നെയാണ് ആദ്യം കരുതിയിരുന്നത്, പക്ഷേ എനിക്കെന്താ ഇപ്പോൾ പറ്റിയിരുന്ന പോലും എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ പറയാണ്, അവൻ നിന്നെ വശീകരിച്ച് കാണും, അവൻ ഇത്രയും സ്വത്തൊക്കെ ഉള്ളത് ചിലപ്പോൾ അവൻ എങ്ങനെയെങ്കിലും സ്റ്റാൻലിക്ക് ഇത്രയും സ്വത്തൊക്കെ ഉള്ളത് അവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അതായിരിക്കും അവനിങ്ങനെ അടുപ്പം കാണിക്കുന്നത് എന്ന്. അപ്പോൾ അലീന പറയും, അപ്പച്ച എനിക്ക് പോലും ഈ സ്വത്തൊന്നും വേണ്ട, പിന്നെയാണോ മനുവേട്ടനെ എൻ്റെ എല്ലാം അറിയുന്നതിന് മുൻപ് വരെ മനുവേട്ടൻ എന്നോട് അടുപ്പവും സ്നേഹം കാണിച്ചിട്ടുണ്ട്, അപ്പം ഈ സ്വത്തിന് വേണ്ടിയിട്ടല്ല മനുവേട്ടൻ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ബ്രിജിത്ത മമ്മി എന്നെ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് വളർത്തിയത്, അത് എൻ്റെ പപ്പ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, രേവതിക്കുട്ടിയെ ഒരു ഹിന്ദു പെൺകുട്ടിയായി വളർത്തിയത് അവളുടെ അച്ഛനൊരു ഹിന്ദു ആയതുകൊണ്ടല്ല, പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യർക്കിടയിൽ മതങ്ങൾ ഒരു തടസ്സമല്ലെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഈ രാത്രിയൊക്കെ രേവതിക്കുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ അവളൊരു ഹിന്ദു ആണെന്നോ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നോ ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല, ഞങ്ങൾ രണ്ടും ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കളാണെന്നേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം ഞാൻ മനുവേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിരത്തുന്ന ന്യായവാദങ്ങളാണെന്നും വല്യപ്പച്ചൻ വിചാരിക്കരുത്.
വല്യപ്പച്ചൻ ചോദിച്ചപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചെറിയൊരു നുണ പറയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല. മനുവേട്ടനെ എനിക്കിഷ്ടമാണ്. കടപ്പാട്ടൂരെ വീട്ടിൽ ഞാൻ വെറുമൊരു വീട്ടുവേലക്കാരിയെ കഴിഞ്ഞ സമയത്ത് എന്നെപ്പറ്റി ഒന്നും അറിയാതെ തന്നെ എന്നോട് അലിവും സ്നേഹവും കാണിച്ചിട്ടുള്ള ആളാണ് മനുവേട്ടൻ. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ലായിരുന്നെന്ന് എനിക്കറിയാം. അതൊന്നും മറക്കാൻ പറ്റില്ല വല്യപ്പച്ച. പക്ഷേ കല്യാണത്തെപ്പറ്റിയും ഞാനിതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. അതൊക്കെ വരുന്നത് പോലെ വരട്ടെ. അലീന അങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായന് അതിലൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇനി ഭാവിയിൽ അതായത് സ്റ്റാൻലി നിർബന്ധം പിടിക്കുന്നുണ്ട്. അതായത് മനുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൂടുതൽ അടുത്ത എപ്പിസോഡിൽ ഇതിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോകളിൽ സ്റ്റാൻലിയുടെ ഭാര്യയും വീട്ടുകാരും വരുന്നതും ഭാര്യയുടെ ചേച്ചി വന്ന് അലീനയെ ഭീഷണിപ്പെടുത്തുന്നതും അനാവശ്യം പറയുന്നതും അങ്ങനെ പിന്നെ ഔതക്കുട്ടിച്ചായനും അലീനയും തമ്മിലുള്ള അടുപ്പവും ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവർ തീർച്ചയായും ആ എപ്പിസോഡ്സൊക്കെ വ്യൂ ചെയ്യുക. ഇതൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന യഥാർത്ഥ കഥ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളും എല്ലാം കമൻ്റായിട്ട് ഇടുക. താങ്ക്